പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്യാമാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ട്രിവാൻഡ്രം പനവിളയിലുള്ള പുതിയതായി തുടങ്ങിയ കരക്കാച്ചി സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ്. എന്നെ ഇവിടെ ഫുഡ് കഴിച്ച് സഹായിക്കാൻ ഒരാൾ വിളിച്ചായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് കേട്ടോ. ആ ആളെ കാണിച്ചു തരുന്നതിന് മുന്നേയായിട്ട് ഞാൻ ആദ്യം പോയത് അടുക്കള ഭാഗത്താണ്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് മീനൊക്കെ അവർ കട്ട് ചെയ്ത് മസാലയൊക്കെ പേരട്ടി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുവാണ്. 4-5 ഐറ്റം മീനുണ്ട് ഇന്ന് കഴിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആളിനെ കാണണ്ടേ? വാ കാണിച്ചു തരാം ആരാന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ഡാൻസിങ് മൈൻഡ്. എന്നെ 5 വർഷം ഡിഗ്രിക്കും PGക്കും പഠിപ്പിച്ച ടീച്ചറാണ് എൻ്റെ സൗമ്യ ടീച്ചർ. നിങ്ങളെല്ലാവരും ടീച്ചറിൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടുള്ളവരാണ്. നിങ്ങൾക്ക് തന്നെ ഡൗട്ട് കാണത്തില്ലേ, ഇത്രയും ഫുഡ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും കഴിച്ച് തീർക്കുന്നതെന്ന്, ആരാ കഴിച്ച് തീർക്കുന്നതെന്ന്? അങ്ങനത്തെ വീഡിയോസിൻ്റെ പുറകിൽ എന്നെപ്പോലുള്ള ആളുകളുടെ കഠിന അധ്വാനമുണ്ട്. ഇത്രയും ഫുഡ് കഴിച്ച് തീർക്കണം, അതാണ് ഇന്നത്തെ മിഷൻ. ഇതാണ് ഹരി, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാണ്. ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് കേക്കിൻ്റെ അഭാവത്തിൽ മീൻ മുറിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ വീഡിയോ എടുക്കുന്ന ഒരു സൈഡിൽ കൂടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വാ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ടേബിളിൽ വയ്ക്കാൻ സ്ഥലം ഇല്ലാണ്ടായിരിക്കുകയാണ്. പണ്ട് തൊട്ടേ നമ്മുടെ പ്ലേറ്റിലെ ഫുഡിനെ കാട്ടി നമുക്കിഷ്ടം തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്ലേറ്റിലെ ഫുഡിലോട്ടാണല്ലോ. കൊഞ്ച് ഇത്തിരി ഹാർഡാണ്. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് അറിയണ്ടേ? 5 ഐറ്റം പൊരിച്ച മീൻ, പെറോട്ട, ദോശ, രസവട, ഓംലേറ്റ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബീഫ് പെരട്ട്, മീൻ കറി, പുട്ട്, കപ്പ, അങ്ങനെ ഒരുപാട് ഐറ്റം ഓർഡർ ചെയ്തായിരുന്നു. ഇതിൽ കുറേ ഐറ്റം വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഹോട്ടലിൻ്റെ പാതി മെനു നമ്മുടെ ടേബിളിൻ്റെ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ ഹമൂർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാ നല്ല സോഫ്റ്റ് പീസ്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. പിടിക്കുമ്പോൾ തന്നെ പിഞ്ച് വരണം. നോക്കണേ, എന്താ ഇങ്ങനെ പെറോട്ട മീൻകറി കോമ്പിനേഷനും പുട്ടു മീൻകറി കോമ്പിനേഷനും അസലാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ആ പുട്ട് ഉണ്ടാക്കുമ്പോൾ ആ പുട്ടിൻ്റെ ഒരു തേങ്ങയില്ലേ, ആ തേങ്ങയും ആ ഒരു മീൻകറിയും കൂട്ടിയും കഴിക്കുന്നു. അതൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇവരുടെ ചിക്കൻ കറിയും അടിപൊളിയാണ്. പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് രുചികരാക്കണമെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ കൂടെ കിട്ടുന്ന ആ തേങ്ങയില്ലേ, അത് ഈ ഒരു ചിക്കൻ കറിയോടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കണം. അതും ഒരു കിടിലൻ കോമ്പിനേഷനാണ്. അങ്ങനെ എല്ലാം കഴിച്ച് തീർത്ത്. നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ആളൊഴിഞ്ഞ പൂരപ്പറം പോലെ കിടക്കുന്നത്. വയറ് നല്ലപോലെ വീർത്ത് ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ച് വീട്ടിൽ പോകുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.